നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ നീയായിരുന്നു. ഇതെന്താ കാറൊക്കെ എടുത്ത്? വേണു, എനിക്കൊരു ആവശ്യം വന്നാൽ നീ എന്നെ സഹായിക്കില്ലേ? നീ എന്താടീ ചോദിക്കുന്നേ? 1-2 ദിവസം നിന്നോട് പിണങ്ങിപ്പോയതിന്റെ സങ്കടം ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. എന്താ നിനക്ക് വേണ്ടത്? വേണു നിന്റെ പഴയ ചങ്ങാതി തന്നെയാടാ. പരസ്പരം ജീവൻ തരുമെന്ന് പറഞ്ഞ പഴയ ചങ്ങാതി. എങ്കിൽ നീ വണ്ടി കയറ, നമുക്കൊരിടം വരെ പോകാനുണ്ട്. എവിടെടാ? നീ കേറ്. എന്തിനാണെന്ന് നിനക്ക് ചെല്ലുന്ന സ്ഥലത്തെത്തുമ്പോൾ മനസ്സിലാവും. നീ വിളിക്കുന്ന എങ്ങോട്ടായാലും എനിക്ക് കുഴപ്പമില്ല, പോവാം. ജീവിതം എന്താണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാൻ പോവാ പൊന്നു. എന്റെ ജീവിതത്തില് ഇതുവരെ ഒരു പെൺകുട്ടിയും എന്നെ ഇത്ര ആകർഷിച്ചിട്ടില്ല. സോ ഓസം. ആരാ നിങ്ങള്? ആരാടാ നിന്റെ പുതിയ ഇര? ആരെയാ നീ ജീവിതം കാണിച്ചു കൊടുക്കാൻ പോകുന്നത്? വീടിനകത്തൊരു തോന്നിയസം കളിക്കുന്നു. എന്താ നിനക്ക് വേണ്ടേ? എനിക്ക് വേണ്ടത് നിന്നെയാ. എഴുന്നേറ്റ് വാടാ. പണവും സമ്പത്തും കാട്ടി പെൺകുട്ടികളെ ഒരുപാട് നീ നിന്റെ വലയിലാക്കിയല്ലേ? നിന്റെ മിടുക്കൊണ്ട് അവരൊന്നും നിന്നോട് ഇതുവരെ പ്രതികരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ നീ നിന്റെ മിടുക്ക് കാണിക്കുമ്പോ ഞങ്ങളുടെ മിടുക്കം കാണിക്കണമല്ലോ. ഇങ്ങോട്ട് എന്റെ സൗകര്യങ്ങൾ കാണിച്ച് ഞാൻ ആരെങ്കിലും വളച്ചിട്ടുണ്ടെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതെന്റെ മെടുക്ക്. അതിന് ഇവിടെ കയറി വന്ന് ചൊറിയല്ല വേണ്ടത്. നിന്റെ വീട്ടിൽ നിന്ന് എന്റെ കൂടെ ഇറങ്ങി വന്ന നിന്റെ അമ്മയായാലും പെങ്ങളായാലും അവരെ അടക്കി നിർത്താൻ നീ പഠിക്കണം. എന്താ ഇവിടെ നടക്കുന്നേ? വിപിൻ, ആരാ ഇവരൊക്കെ? എനിക്കറിയില്ല പ്രിയ, ഇവരെന്നെ വെറുതെ ഉപദ്രവിക്കുക. Who are you? നിങ്ങൾ ആരാ? ഞാൻ ഈ മനുഷ്യന്റെ ഭാര്യയാണ്. എത്ര ദിവസത്തെ ഭാര്യ? 1 2 അതോ ഒരാഴ്ചത്തേക്കോ? ദേ, അനാവശ്യം പറയരുത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതാ. എന്നെ താലി കെട്ടിയ ആളാ അത്. നിങ്ങൾ എന്തിനാ വിപിനെ ഉപദ്രവിക്കുന്നേ? അതെനിക്ക് നിങ്ങളോട് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. തൽക്കാലം നിങ്ങളത് അറിയണ്ട. ഞാൻ ഇവനെ അങ്ങ് കൊണ്ടുപോവാ. ഇതെന്താ ഗുണ്ടായിസോ? എന്റെ ഭർത്താവിനെ എന്റെ കൺമുന്നിൽ നിന്ന് പിടിച്ചോണ്ട് പോകാൻ താൻ ആരടോ? ഞാൻ ഗുണ്ടയൊന്നും അല്ല. മാനം മര്യാദയ്ക്ക് പണിയെടുത്ത് ജീവിക്കുന്ന ഒരുത്തന്. ആ മാനവും മര്യാദ എന്താണെന്ന് ഇവന് മനസ്സിലാക്കി കൊടുക്കാനാണ് ഞാൻ ഇവനെ കൊണ്ടുവന്നത്. പോലീസല്ല, നിന്നെ രക്ഷിക്കാൻ ഈ നാട് മുഴുവൻ ഇളകി വന്നാലും നിന്നെ ഞാൻ കൊണ്ടുപോയിരിക്കും. തൊട്ടുപോലെ തന്നെ. ഞാൻ ഈ അടിച്ച ഒരടി പോലും ഇവൻ അർഹതയില്ലാത്തതല്ല. ഇവനെ എനിക്ക് കൊണ്ടുപോയേ പറ്റൂ. വേണോ പിടിച്ച് വണ്ടി കേട്ടാ.
ഇത് കറിയാണോ? നിന്റെ നാട്ടിൽ ഇതിനെയാണോ കറി എന്ന് വിളിക്കുന്നത്? അത് ആവശ്യമില്ലാതെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, ഇതെല്ലാം കൂടെ വലിച്ചു ഞാൻ തീ കത്തിക്കും. അമ്മ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന? മക്കളുടെ കാര്യത്തില് ഇന്നോളം ജയിച്ചെന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ആദ്യമായിട്ട് അമ്മ തോറ്റു പോകുന്നത്. നിന്നോട് മാപ്പ് പറയാനേ അമ്മയ്ക്ക് പറ്റും. അയ്യോ അമ്മ, അങ്ങനെയൊന്നും എന്നോട് പറയരുത്. അമ്മേ, ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല. ഏട്ടന് എന്താ പ്രശ്നം ചോദിക്കും. എന്നാ പ്രോബ്ലം தெரியல மேடம். நான் அவரோட ஆபீஸ்ல വിളിച്ചിരുന്നത്. അങ്ക ഒന്നും നടക്കില്ല. എന്നെ ഇഷ്ടമുണ്ടാവില്ല. ചിലപ്പോ എന്റെ കുടുംബത്തിന്റെ യോഗ്യതയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് ഇപ്പോഴായിരിക്കും. ചെറിയച്ഛനും കുടുംബവും മണ്ഡപത്തിൽ കാണിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോഴായിരിക്കും ഓർത്തിട്ടുണ്ടാവുക. അതിന്റെ പകയായിരിക്കും ഇപ്പോഴെന്നോട് തീർക്കുന്നത്. എന്നെ വേണ്ടെങ്കിൽ അത് പറയാൻ പറ അമ്മ. ഒരു പരാതിയില്ലാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കോളാം. എന്തൊക്കെയാ കുട്ടി നീ പറയുന്നത്? ഇവിടുന്ന് ഇറങ്ങി പോവാനോ? അമ്മ നിന്നെ പറഞ്ഞു വയ്ക്കോ? നോക്ക, ജീവന്റെ ജീവനായിട്ട് നിന്നെ ചേർത്ത് പിടിച്ചതായി അമ്മ. അവനെന്നല്ല, ഈ ഭൂമിയിൽ ആരും ഒരു വാക്കുകൊണ്ട് പോലും മോളെ നോവിക്കാൻ അമ്മ സമ്മതിക്കില്ല. ഈ വിഷയം ഞാൻ പരിഹരിക്കും. അല്ലെങ്കിൽ നിന്റെ അമ്മയെന്ന് പറയാനുള്ള യോഗ്യത എനിക്കുണ്ടാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.